പോകാതിരിക്കാൻ ഉപദേശിക്കേണ്ടത് എന്നെയല്ല, സ്വന്തം മോൾക്കായിരുന്നു. അവരുടെ കൂട്ടുകെട്ടിനൊക്കെ ആക്ഷേപിച്ച് സംസാരിച്ചു. ഞാൻ വഴിതെറ്റി പോയിട്ടൊന്നുമില്ല, തെറ്റായ രീതിയിൽ പോയത് മീരയായിരുന്നു. ഹലോ, അങ്ങനെ സുഗമോ ദേവി പുതിയ പ്രമോല് നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ വന്ന് പ്രഭാവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, നന്ദൻ പോകുന്ന വഴി ശരിയല്ല, നീ അവനെ നേർവഴിക്ക് നടത്തണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊടുക്കുവാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മുടെ നന്ദൻ കേട്ടിട്ടാവും വരുന്നത്. നന്ദൻ പറയുന്നുണ്ട്, ഞാനല്ല ശരിയല്ലാത്തത്, നിങ്ങളുടെ മകളാണ് തെറ്റായ വഴിയിൽ കൂടി സഞ്ചരിച്ചു പോയത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതിയെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തുന്നുണ്ട്. ചന്ദ്രമതി ഇത് കേട്ട പാടെ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ പ്രഭാവതിക്ക് ഭയങ്കര സങ്കടമാവുകയും ലാസ്റ്റ് സിദ്ധാർത്ഥൻ കാണും നമ്മുടെ ചന്ദ്രമതി കരഞ്ഞുകൊണ്ട് പോകുന്നത്. അങ്ങനെ സിദ്ധാർത്ഥൻ ഇങ്ങനെ കാരണം തിരക്കുമ്പോൾ നന്ദൻ ഇങ്ങനെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ തന്നെ നന്ദൻ ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സിദ്ധാർത്ഥൻ നന്ദന്റെ കാരണത്തിട്ടൊന്ന് കൊടുക്കുന്നുണ്ടേ. അതെന്തായാലും കലക്കി. ഇത് കുറച്ചുകൂടെ നേരത്തെ വേണ്ടതായിരുന്നു അല്ലെ പ്രേക്ഷകരെ? അപ്പൊ അപ്പുറത്താണെങ്കിലും നമ്മുടെ ശാരിയുടെ കാര്യത്തിൽ ഇങ്ങനെ വെന്തുരുകി നിൽക്കുവാണ് നമ്മുടെ ദേവികയുടെ വീട്ടുകാർ. അപ്പൊ നമ്മുടെ ശാരിക ദേവികയുടെ അടുത്ത് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ചേച്ചി ഇപ്പൊ ഹാപ്പിയാണോ? ഇത് ഇസബല വന്നതിന് ശേഷം അങ്ങനെ തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ നമ്മുടെ ദേവിക്ക് ഇങ്ങനെ ആകെ പതറി നിൽക്കുന്ന ഒരു രംഗങ്ങളാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.